കൊൽക്കത്തയിലെ ആർജിക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ PG ഡോക്ടറെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇന്ത്യയിലുടനീളം വ്യാപകമായ പ്രതിഷേധമാണ് അരങ്ങേറുന്നത്. പ്രതികൾക്കെതിരെ വേഗത്തിൽ കർശന നടപടി ആവശ്യപ്പെട്ട് പണിമുടക്കടക്കം കടുത്ത പ്രതിഷേധത്തിലാണ് ജൂനിയർ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് 31-കാരിയായ PG ഡോക്ടറെ സർക്കാർ ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ അർദ്ധനഗ്നാവസ്ഥയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകത്തിനു മുമ്പ് ഡോക്ടർ ക്രൂര ലൈംഗിക പീഡനത്തിന് ഇരയായെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. വ്യാപകമായ ജനരോഷത്തിനും പ്രതിഷേധത്തിനും ഇടയിലാണ് കൽക്കത്ത ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് കേസ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനിലേക്ക് മാറ്റിയത്. രാജ്യത്തിലുടനീളമുള്ള തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കുള്ള സുരക്ഷാ നടപടികൾ വർദ്ധിപ്പിക്കണമെന്ന വർദ്ധിച്ചുവരുന്ന ആവശ്യങ്ങൾക്കിടയിലാണ് ഈ നീക്കം. 2012 ഡൽഹിയിലെ നിർഭയ കേസിന് പിന്നാലെയാണ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് കടുത്ത ശിക്ഷകൾ ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ നിയമപരിഷ്കരണം നടത്തിയത്. എന്നാൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ സമീപകാല റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്തെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം ക്രമാനുഗതമായി വർദ്ധിക്കുന്നതാണ്. 2012 ഡൽഹി സംഭവത്തിന് ശേഷം NCRB നടത്തിയ പഠനത്തിൽ ഇന്ത്യയിലുടനീളം പ്രതിവർഷം 25,000 ബലാത്സംഗ കേസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് 30,000 2016 ഏകദേശം 39,000 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ 2020 സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൽ കുറവ് രേഖപ്പെടുത്തിയെങ്കിലും അതിനുശേഷം കണക്കുകൾ വീണ്ടും കുത്തനെ ഉയരുകയായിരുന്നു. സർക്കാർ റിപ്പോർട്ട് അനുസരിച്ച് 2018 ഓരോ 16 മിനിറ്റിലും ശരാശരി ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെടുന്നുണ്ടെന്നാണ്. ഒടുവിൽ ഡേറ്റ ലഭ്യമായ 2022 31,000 ബലാത്സംഗ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 12 വയസ്സിന് താഴെയുള്ള ഇരകൾ ഉൾപ്പെടുന്ന കേസുകളിൽ കുറഞ്ഞത് 10 വർഷം തടവോ ജീവപര്യന്തമോ വധശിക്ഷയോ ഉൾപ്പെടെ ശിക്ഷകൾ കഠിനമാക്കിയിട്ടും കുട്ടികൾക്കെതിരായ അതിക്രമ കേസുകളും വർഷം തോറും വർദ്ധിച്ചു വരുന്നെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്.